കുട്ടികളെ നമസ്കാരം. നമ്മൾ എല്ലാവരും ജനിച്ച് വീഴുമ്പോൾ തന്നെ 3 കടങ്ങളും കൊണ്ടാണ് വരണത്. അത് ദേവന്മാർക്ക്, ഋഷിമാർക്ക്, പിതൃക്കൾക്ക്. ഇതിൽ ആദ്യത്തേത് ദേവന്മാർക്കുള്ളത് യാഗം കൊണ്ട് തീർക്കാം. രണ്ടാമത്തെ ഋഷികൾക്കുള്ളത് ബ്രഹ്മചര്യം കൊണ്ട്. അതായത് ബ്രഹ്മചാരികൾ നമ്മൾ പഠിപ്പാണല്ലോ, വേദം ആണല്ലോ ഋഷിമാർ തന്നുള്ളത്. അത് പഠിച്ചാൽ അത് തീരും ആ കടം. പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച പുത്രന്മാർ ഉണ്ടാവുക എന്നുള്ളതാണ് പിതൃക്കൾക്ക്. അപ്പം അവർക്ക് വേണ്ട പിതൃകർമ്മങ്ങൾ ചെയ്യൽ ഒന്ന് ഇതും പെടുന്നർത്ഥം. ഇതിന് പുറമെ മനുഷ്യന്മാർക്കുള്ള കടം, അതായത് അതും കൂടി വന്നാൽ ഋണചതുഷ്ടയം എന്ന് പറയും. ഈ അവസാനത്തെ മനുഷ്യന്മാരോടുള്ള കടം തീർക്കാൻ സത്യം കൊണ്ടാണ് അത് വീട്ടാൻ പറ്റുള്ളൂ. വിദ്യാർത്ഥികളായുള്ള നിങ്ങൾക്ക് ഇപ്പോൾ കടം വാങ്ങേണ്ട ആവശ്യം സാധാരണ നിലയ്ക്ക് വരില്ല. എന്നാൽ അടുത്ത ഘട്ടത്തിൽ, അതായത് ഗൃഹസ്ഥനായി തീരുമ്പോൾ അത് ഇടയ്ക്ക് വേണ്ടി വന്നു എന്ന് വരാം. നിർബന്ധമായിട്ട് പല കാരണങ്ങളാലും വേണ്ടി വന്നു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അതായത് പൈസ, ധനം, അതിൻ്റെ ക്രയവിക്രയം കടം വന്നാൽ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് 28ാമത്തെ ശ്ലോകത്തിൽ കവി വിവരിച്ചു തരുന്നത്. നമുക്കാദ്യം ആ ശ്ലോകം ഒന്ന് നോക്കാം. വായപ്പ വാങ്ങരുത്, അതങ്ങനെ വേണ്ടി വന്നാൽ ന്യായപ്രകാരമതിനിടുകൊടുത്തിടേണം. പ്രായേണ മോഷണമതിന്യവുമോമനപ്പേരായേ വരൂ പണയവർജിതമാധമർണ്യം. വായ്പ വാങ്ങരുത്, അത് അങ്ങനെ വേണ്ടി വന്നാൽ ന്യായപ്രകാരം അതിന് ഈട് കൊടുത്തിടണം. പ്രായേണ പണയവർജിതമാധമർണ്യം, മോഷണം അതിനും ഓമനപ്പേരായേ വരൂ എന്നാണ് ഇതിൻ്റെ അന്വയം വരാം. വായ്പ എന്നുള്ളത് വായ്പ അത് തന്നെയാണ്. അത് കവിസ്വാതന്ത്ര്യം ഉപയോഗിച്ച് കുറച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ മതി. അതായത് വായ്പ വാങ്ങരുത് പറഞ്ഞാൽ കടം മേടിക്കരുത് എന്നർത്ഥം. കടം മേടിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നാലോ, അങ്ങനെ അഥവാ വേണ്ടി വരികയാണെങ്കിൽ കടമെടുത്തേ തീരൂ എന്ന് വരുന്ന അവസരത്തിൽ ന്യായപ്രകാരം, അതായത് നാട്ടു നടപ്പിനനുസരിച്ചിട്ട് എന്താണോ അതത്തെ കാലത്ത് ആ പ്രദേശത്ത് നടക്കുന്ന നിയമം അതിനനുസരിച്ച് ആ കടത്തിന് അനുസൃതമായിട്ടുള്ള ഈട് അല്ലെങ്കിൽ ഒരു പണയദ്രവ്യം, പണയം ആയിട്ട് അപ്പോൾ മാല, വള, ഇടയ്ക്ക് വീടിൻ്റെ ആധാരം, അതിന് പലതും പണയം കൊടുക്കാറുണ്ട്. അത് ന്യായപ്രകാരം കൊടുത്തിരിക്കണം എന്നാണ് കവി പറയുന്നത്. അത് സാധാരണ നിലയ്ക്ക് നമ്മൾ വാങ്ങുന്ന കടത്തേക്കാൾ കുറച്ചും കൂടി വില കൂടിയ ഒരു സംഗതിയാവും പണയം വയ്ക്കുക. ഇതിപ്പോൾ 1000 രൂപ കടം വാങ്ങുകയാണെന്ന് വെച്ചാൽ 1000 മീതെ ഒരു 1200 1500 വിലയുള്ള ഒരു സാധനം പണയം വയ്ക്കും. അങ്ങനെ വരുമ്പോൾ 2 ഗുണമുള്ളത്. ഒന്ന്, ആ പണയദ്രവ്യം മടക്കി വാങ്ങണം, കാരണം കടം വാങ്ങിയവർക്ക് അധികമാണ് എന്നുള്ള നിലയ്ക്ക് അത് മടക്കി കൊടുക്കാനുള്ളൊരു ത്വര ഉണ്ടാവും. പിന്നെ ഇത് കടം വാങ്ങിയല്ലോ എന്നുള്ളപ്പോൾ ഞാൻ അയാളെക്കാൾക്ക് മോശക്കാരനായി എന്നുള്ളൊരു തോന്നൽ അയാളെ കാണുമ്പോൾ ഒരു വിഷമോ അല്ലെങ്കിൽ ചമ്മലോ ഉണ്ടാവാതെ കഴിക്കാനും ഇത് പണയദ്രവ്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഈ കടം വാങ്ങിയത് വീട്ടണം എന്നുള്ള കാര്യം. അതാണ് പണയദ്രവ്യം ഉണ്ടായാലത്തെ ഒരു ഗുണം എന്നർത്ഥം. പണയം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യം എന്താണ് എന്നുള്ളതാണ് കവി
പിന്നെ പറയണത് പ്രായേണ സാധാരണ നിലയ്ക്ക് മോഷണം അതിഞ്ഞഴും ഓമനപ്പേരായേ വരൂ. ഏത്? പണയവർജിതമാധമർണ്യം. പണയം വർജിതമായിട്ടുള്ളത്, പണയം കൊടുക്കാതെ ഉള്ള ആധമർണ്യം പറഞ്ഞ അധമർണൻ്റെ അവസ്ഥ. അധമർണൻ പറഞ്ഞാൽ കടം വാങ്ങിയ ആൾ. ഉത്തമർണൻ എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത ആൾ. അങ്ങനെ കടം വാങ്ങി പണയം ഇല്ലാതെ എങ്കിൽ അത് സത്യത്തിൽ മോഷണം ആണ് എന്നാണ് കവി പറഞ്ഞു വരുന്നത്. മോഷണത്തിൻ്റെ ഓമനപ്പേര് ആണ്. ഓമനപ്പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് പേരുണ്ടാവും. അത് നമുക്ക് പേരിടാൻ മിക്കവാറും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ അത് അവനവൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ എന്തായാലും അങ്ങനെയുള്ള പേരാണ് ഇടുക. അപ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ട് വരും, അത് ഒരേ പേരുകൾ തന്നെ 2, 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആരാണ് എന്നുള്ള സംശയം വരും. അപ്പോൾ അതിനാണ് ഒരു ഓമനപ്പേരും കൂടി കൂട്ടത്തിൽ വയ്ക്കും. കുട്ടൻ, കുഞ്ഞുകുട്ടൻ, അതുപോലെ പല പേരുകളും. ശീവള്ളിയുടെ ഒരു ശ്ലോകമുണ്ട്. പാരമ്പര്യ വഴിക്കവൾക്കുരമയെന്നാണിട്ട പേർ ഓമനപ്പേരും ജാനകിയെന്നിടക്കിട വിളിക്കാറുണ്ട് കൂറുള്ളവർ. കൂറുള്ളവരെ വാത്സര്യപൂർവം വിളിക്കണ പേരാണ് ഈ ഓമനപ്പേര് എന്നർത്ഥം. അതായത് പണയം ഇല്ലാതെ കടം വാങ്ങിയാൽ അത് അധമർണ്യം, ഈട് കൊടുക്കാത്തതാണെങ്കിൽ അത് മോഷണത്തിൻ്റെ ഒരു വകഭേദമായിട്ടാണ് കവി ഇതിനെ എടുക്കുന്നത്. അതായത് കടം വാങ്ങാൻ പാടില്ല. കടം അഥവാ വാങ്ങേണ്ടി വരികയാണെങ്കിൽ അതിന് തക്കതായുള്ള ന്യായപ്രകാരമുള്ള ഒരു ഈട് നൽകിയിട്ട് വേണം വാങ്ങാൻ. എന്നാൽ വാങ്ങണ ആൾക്കും കൊടുക്കുന്ന ആൾക്കും കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. ഈ കടം വീട്ടണം എന്നുള്ള അത് വീട്ടും എന്നുള്ള 2 പേർക്കും കുറച്ച് സമാധാനം കിട്ടുന്നതാണ്. അത് കാരണം കടം വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു പണയം കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്യാവൂ. അതന്നെ എമർജൻസിയിൽ വേണ്ടി വരികയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ സാധാരണ നിലയ്ക്കുണ്ട് ചിലർക്ക് എന്തായാലും കടം കെട്ടിച്ചാൽ കുറച്ച് കടം വാങ്ങി ഇന്ന ചെയ്യാം എന്നൊരു തോന്നൽ വരും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും അബദ്ധമാണ്, അധിക ചിലവ് വരും. അപ്പോൾ കടം വാങ്ങിക്കൂട്ടുക എന്നുള്ളൊരു ശീലം തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് കവി ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. വായപ്പ വാങ്ങരുതങ്ങനെ വേണ്ടി വന്നാൽ ന്യായപ്രകാരമതിനീടു കൊടുത്തിടണം. പ്രായേണ മോഷണമതിഞ്ഞഴുമോമനപ്പേരായേ വരൂ പണയവർജിതമാധമർണ്യം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.